വെൽക്കം ടു ഹെവൻലി വേ. മിഷൻ ഷെയറിംഗ് ഗോഡ്സ് പെയിൻ അഥവാ പ്രേക്ഷിത ദൗത്യം, ദൈവത്തിൻ്റെ വേദന പങ്കുവയ്ക്കൽ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സെർമൺ നോട്ട്സ് വീഡിയോയിലേക്ക് ഏവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. 2024 ഓഗസ്റ്റ് 4 ഞായർ ദിനത്തെ CSA സഭ മിഷൻ സൺഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഡേവിഡ് ബോഷ് എന്ന ദൈവശാസ്ത്രജ്ഞന്റെ അഭിപ്രായത്തിൽ മിഷൻ ഹാസ് ഇറ്റ്സ് ഒറിജിൻ ഇൻ ദ ഹാർട്ട് ഓഫ് ഗോഡ്. അതായത് മിഷന്റെ ദൗത്യത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്നാണ്. ദൈവത്തിന്റെ ഹൃദയം മനുഷ്യന്റെ വേദനകൾ കണ്ട് വേദനിക്കുന്ന ഒരു ഹൃദയമാണ്. ആ വേദനയിൽ നിന്നാണ് ദൈവം മിഷൻ ആരംഭിക്കുന്നത്. ദൈവത്തിന്റെ മിഷന്റെ ഭാഗമായിട്ടായിരുന്നു തൻ്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അവൻ അയച്ചത്. സഭയ്ക്ക് മിഷൻ ഇല്ലാതെ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയില്ല. മിഷൻ ഇല്ലാത്ത സഭ വെറും ഒരു മോണുമെന്റ് അല്ലെങ്കിൽ ഒരു സ്മാരകമായി മാറും. സഭ വെറും സ്മാരകമായി മാറേണ്ട ഒന്നല്ല, പകരം ഒരു മൂവ്മെന്റായി മാറേണ്ടതാണ്, അഥവാ മുന്നേറ്റം. സഭ ഒരു മുന്നേറ്റമായി മാറണമെങ്കിൽ, ഒരു മൂവ്മെന്റ് ആകണമെങ്കിൽ അതിന് മിഷൻ, ദൈവത്തിന്റെ ദൗത്യ നിർവഹണം ഉണ്ടായിരിക്കണം. ഈ മുന്നേറ്റം ദൈവരാജ്യത്തിനായുള്ള മുന്നേറ്റമാണ്. കാൻറ്റർബറിയിലെ ബിഷപ്പായിരുന്ന റൊവാൻ വില്യംസ് ബിഷപ്പ് ഇപ്രകാരം അഭിപ്രായപ്പെടുകയുണ്ടായി: മിഷൻ ഈസ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഗോഡ് ഈസ് ഡൂയിങ് ആൻഡ് ജോയിനിങ് ഇൻ. മിഷൻ എന്നത് ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കുകയും അതിൽ പങ്കാളികളായി തീരുകയും ചെയ്യുന്നതാണ്. 20ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടുകൂടി മിഷനുമായി ബന്ധപ്പെട്ട് ഒരു ലാറ്റിൻ പദം രൂപപ്പെടുകയുണ്ടായി. മിഷിയോ ഡെയ് എന്നാണ് ആ ലാറ്റിൻ വാക്ക്. അതിന്റെ അർത്ഥം മിഷൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ദൗത്യം എന്നാണ്. ഈ ലാറ്റിൻ പദം രൂപപ്പെടുന്നതുവരെ മിഷൻ സഭയുടെ ദൗത്യമാണ് എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ 20ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടുകൂടി ദൈവശാസ്ത്രജ്ഞന്മാർ ഒരുമിച്ച് കൂടുകയും മിഷൻ ദൈവത്തിൻ്റെതാണെന്നും സഭ അതിൽ പങ്കാളികളാണെന്നും അഭിപ്രായപ്പെടുകയുണ്ടായി. നൽകപ്പെട്ട പഴയ നിയമ വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ യെശയ്യാവ് 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ മിഷനുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ചിന്ത പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രേക്ഷിത ദൗത്യം സത്യ ആരാധനയിലൂടെ ഉത്ഭവിക്കുന്നതാണ്. മിഷൻ എമർജസ് ത്രൂ ട്രൂ വർഷിപ്പ്. ഉസിയ രാജാവിന്റെ മരണത്തോടുകൂടെ യെശയ്യാവിന്റെ പ്രവചനം ആരംഭിക്കുകയാണ്. തെക്കേ രാജ്യത്തിലെ യഹൂദ രാജ്യത്തിലെ വലിയ ഒരു രാജാവായിരുന്നു, നല്ലവനായ ഒരു രാജാവായിരുന്നു ഉസിയ രാജാവ്. ഉസിയ രാജാവ് ഫെലിസ്ത്യർ, അമ്മോന്യർ, അറേബ്യർ എന്നിവരെ കീഴടക്കിയ മഹാനായ ഒരു രാജാവായിരുന്നു. 52 വർഷം യഹൂദ രാജ്യം അദ്ദേഹം ഭരിച്ചു. ഈ കാലയളവിൽ യഹൂദ രാജ്യം ഭൗതികമായി വളരെ അഭിവൃദ്ധി പ്രാപിച്ചു. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഉസിയ രാജാവിന്റെ മരണത്തോടുകൂടെ യഹൂദ രാജ്യത്തിന്റെ ദേശീയ മഹത്വവും മരിച്ചുപോയി എന്നാണ് പറയുന്നത്. ഉസിയ രാജാവ് മരിച്ച ഈ ആണ്ടിൽ യെശയ്യാവ് ചിന്തിക്കുകയാണ്, നല്ലവനായ ഒരു രാജാവ് മരിച്ചുപോയി, ഇനി കാര്യങ്ങളെല്ലാം പ്രയാസത്തിലാകും, ഇസ്രായേൽ ജനം വീണ്ടും അടിമകളായി പോകേണ്ടി വരും, രാജ്യം സാമ്പത്തികമായി തകരും. ഈ മാനസികമായ വേദനയിൽ ദൈവാലയത്തിലേക്ക് പോകുന്ന യെശയ്യാവ് കാണുകയാണ്, അവൻ തിരിച്ചറിയുകയാണ്, ഇസ്രായേലിന്റെ യഥാർത്ഥ രാജാവ് മരിച്ചിട്ടില്ല. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ഇസ്രായേലിന്റെ യഥാർത്ഥ രാജാവിനെ യെശയ്യാവിന് കാണുവാനായിട്ട് കഴിയുകയാണ്. ഇവിടെ അതിനുശേഷം യെശയ്യാവ് ദൈവത്തിന്റെ ദൗത്യ നിർവഹണത്തിന് നിയോഗിതനാവുകയാണ്. 4 കാര്യങ്ങൾ ഈ ദൗത്യ നിർവഹണത്തിനു വേണ്ടി യെശയ്യാവ് നിയോഗിതനാവുമ്പോൾ സംഭവിക്കുന്നുണ്ട്. 1, സാറാഫുകൾ ദൈവത്തിന്റെ പരിശുദ്ധിയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. 2ാമതായി, ദൈവത്തിന്റെ പരിശുദ്ധി യെശയ്യാവ് മനസ്സിലാക്കുമ്പോൾ, തിരിച്ചറിയുമ്പോൾ തന്റെ അശുദ്ധിയും കൂടെ അവൻ മനസ്സിലാക്കുന്നു. അവിടെ അവന് പാപബോധം ഉണ്ടാവുകയും ദൈവത്തോട് പാപം ഏറ്റുപറയുകയും പാപക്ഷമ പ്രാപിക്കുകയും ചെയ്യുന്നു.
മൂന്നാമതായി ദൈവത്തിന്റെ ശബ്ദം അവൻ കേൾക്കുകയാണ്. ദൈവത്തിന്റെ ദൗത്യം നിർവഹിക്കുവാൻ ആര് പോകും എന്ന ചോദ്യത്തിന് തന്നെ യെശയ്യാവ് സമർപ്പിക്കുന്നു. നാലാമതായി ജനത്തോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുവാൻ യെശയ്യാവ് നിയോഗിതൻ ആവുകയാണ്. സത്യ ആരാധനയിലാണ് ഈ നിയോഗം സംഭവിക്കുന്നത്. സത്യ ആരാധനയുടെ ഒരു ഉൽപ്പന്നമായി അല്ലെങ്കിൽ ആരാധനയുടെ തുടർച്ചയായി ദൗത്യ നിർവഹണം മാറുകയാണ്. ആശീർവാദ സമയത്ത് നാം കേൾക്കുന്ന വാക്യങ്ങൾ ഇപ്രകാരമാകുന്നുവല്ലോ: സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവിൻ, ധൈര്യപ്പെടുവിൻ, തീയതിനെ വെറുത്ത് നല്ലതിനെ മുറുകെ പിടിപ്പിൻ, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തമ്മിലും എല്ലാവർക്കും എപ്പോഴും നന്മ ചെയ്യുവിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, കഷ്ടപ്പെടുന്നവരെ സഹായിപ്പിൻ, എല്ലാവരെയും ബഹുമാനിപ്പിൻ, പരിശുദ്ധാത്മശക്തിയിൽ ആനന്ദിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവിൻ. ഈ വാക്യങ്ങൾ ദൗത്യ നിർവഹണത്തിനുള്ള ആഹ്വാന വാക്യങ്ങളാണ്. ഈ വാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ദൗത്യം നിർവഹിക്കുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.